വല്ലപ്പോഴും ഒരു മാസത്തിൽ ഒരിക്കൽ കാണും. എങ്ങനെയാണ് ആ വ്യക്തിയോടുള്ള ബന്ധം എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്? അപ്പം നമ്മൾ എങ്ങനെയാണ് പിന്നെ അത് വർദ്ധിപ്പിക്കുന്നത്? അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് വ്യക്തിപരമായ ജീവിതത്തിന്മേൽ നിങ്ങളും ദൈവമായിട്ടുള്ള ഭാഗത്ത് പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. For example, as you visit a person and spend time with him, your fellowship with him deepens and your acquaintance become more fixed. അപ്പോൾ നമ്മൾ ഒരാളെ സന്ദർശിക്കും. നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സുഹൃത്തിനെ സന്ദർശിക്കുക. ആ സമയത്ത് കൂടെ കൂടെ സന്ദർശിക്കുകയും നിങ്ങളുടെ ബന്ധം തമ്മിൽ ദൃഢമാകുന്നത് ആ ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ആളുമായിട്ട് സമയം ചെലവഴിക്കുമ്പോഴാണ്. ഇങ്ങനെ വലിയവനായ ദൈവത്തോട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ സമയം ചെലവഴിക്കുമ്പോഴാണ് നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി വർദ്ധിക്കുന്നത്. The more time you spend together, the richer the friendship becomes. ഇപ്പൊ കൂടുതൽ സമയം ഒരു വ്യക്തിയോട് നമ്മൾ സമയം ചെലവഴിക്കുകയാണെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം വളരെ കൂടുതലായിരിക്കും. The same thing happens in our fellowship with God. As far God is concerned, the way is cleared on His path for our fellowship with God, that whoever trusts the finished work of Christ. അപ്പം ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിന്മേൽ ദൈവത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് ദൈവവും നാമുമായിട്ട് നമ്മെ മാറ്റി നിർത്തിയിരിക്കുന്നത് ഈ പാപത്തിന്മേൽ ഒരു വീണ്ടെടുപ്പ് അല്ലെങ്കിൽ ഒരാൾ വില കൊടുക്കണമായിരുന്നു. ദൈവം അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി എന്തോ ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് നമ്മൾ ആ കർത്താവ് ചെയ്ത ഭാഗത്തോട്ട് നമ്മൾ ആശ്രയിടണം. കർത്താവ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചെയ്ത ആ പ്രവൃത്തിയിന്മേൽ ഓരോ ദിവസവും നമ്മൾ ആശ്രയിക്കണം. ഒരിക്കൽ മാത്രം ആശ്രയിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഓരോ ദിവസവും ഈ ക്രൂശിലുള്ള കർത്താവിന്റെ പ്രവൃത്തിയിലുള്ള ദൈവ വിശ്വാസത്തിൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകണം. We should be sure that nothing within us should keep us away from having that fellowship with Him. നമ്മുടെ ജീവിതത്തിലെ ഈ കൂട്ടായ്മ പുറകോട്ട് പോകുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന എന്ത് കാര്യമാണ് എന്നെ ദൈവത്തിനുമായിട്ടുള്ള ബന്ധത്തിൽ പുറകോട്ട് വലിക്കുന്നത്? എൻ്റെ കുടുംബത്തിലാകട്ടെ, ഞാൻ ഇവിടെ ആയിരിക്കുമ്പോഴാകട്ടെ, എൻ്റെ നാട്ടിലാകട്ടെ, ഓരോ കാര്യത്തിലും എന്താണ് എന്നെ ദൈവത്തിൽ നിന്ന് പുറകിലോട്ട് വെക്കുന്നത്? ഏത് പാപ സ്വഭാവമാണ്, ഏത് പാപത്തിന്റെ അനുഭവമാണ് എന്നെ പുറകോട്ട് കൊണ്ടുപോകുന്നത്? ആ ഭാഗത്തെ നമ്മൾ കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. Fellowship with God is also cultivated through the reading of His word. ഇനി പ്രാർത്ഥനയും ദൈവത്തിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നത് പ്രാധാന്യമുള്ളതുപോലെ തന്നെയാണ് ഈ ദൈവവചനം ഒരു വ്യക്തി വായിക്കുന്ന അനുഭവം. കാരണം ഈ ദൈവവചനത്തിൽ കൂടെ ദൈവം നമ്മെപ്പറ്റി സംസാരിക്കുന്നത്. അപ്പൊ ഈ ദൈവവചനമാണ് ഒരാൾക്ക് എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എങ്ങനെയാണ് നടക്കേണ്ടേ എന്നും എങ്ങനെയാണ് നമ്മെ ബലപ്പെടുത്തുന്നതൊക്കെ ഈ ദൈവവചനത്തിലാണ്. ദൈവത്തിന്റെ പ്ലാനുകളാണ് ഈ ദൈവവചനത്തിൽ. ദൈവം നമ്മെ പറ്റിയുള്ള ദൈവം എങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളുടെ ഈ ദൈവവചനത്തിൽ തന്നിരിക്കുന്നു. When we pray, we are talking to God. When we read the Bible, God is talking to us. അപ്പം പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു. നമ്മൾ വചനം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു. എങ്ങനെ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരം പ്രാർത്ഥനയിൽ